അഭിലാഷ്, ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആകാംക്ഷ ഈ നൊബേൽ പുരസ്കാരത്തിന് ഈ ദിവസം അറ്റൻഷൻ കിട്ടുന്നത് കുറച്ചുകൂടി സാധാരണയ്ക്കും അപ്പുറത്തേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ, ഡൊണാൾഡ് ട്രംപിന്റെ ചരടുവലികൾ, പ്രതീക്ഷകൾ, അങ്ങനെ വൈറ്റ് ഹൗസ് ഇന്ന് ഏറ്റവും ഒടുവിലായി ഇന്ന് നൽകിയ ട്വീറ്റ്, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് നിരാശ വരുമ്പോൾ അവിടെ ആ ഒരു പട്ടികയിലേക്ക് വരുന്നത് അഗ്രഗണ്യായ ഒരു മനുഷ്യാവകാശ അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തകയാണ് പകരമായി അവിടെ വരുന്നത്. അങ്ങനെ കൂടി വിലയിരുത്തിയാൽ അല്ലെ, അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ട്രംപ് സ്വയം ഞാനാണ് നൊബേൽ പ്രൈസിന് യോഗ്യൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബരാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയതടക്കം ട്രംപിന്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഡെമോക്രാറ്റ് ആയിട്ടുള്ള ട്രംപിന് കിട്ടിയിട്ടുള്ള ഒബാമയ്ക്ക് കിട്ടിയിട്ടുള്ള നൊബേൽ എന്താണ് എനിക്ക് കിട്ടിയാൽ എന്നുള്ള മട്ടിൽ, എനിക്കിനി എന്താണ് ബാക്കിയുള്ളത് എന്നുള്ള മട്ടിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 7 യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു, 8ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസ സമാധാന പ്രക്രിയ നടക്കുന്നു. അപ്പോൾ ലോകത്ത് ഇത്രയധികം യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് എനിക്ക് നൊബേൽ സമ്മാനം തരാത്തത് എന്താണ് എന്നുള്ളത് സ്വന്തം ക്ലെയിമാണ്, അത് അദ്ദേഹത്തിന്റെ തന്നെ ക്ലെയിമാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ചർച്ചയൊക്കെ ഭരണാധികാരികൾക്കും നേരെ പോലും അമർഷം. അതെ, കുറച്ചു കാലമായിട്ട് എനിക്ക് നൊബേൽ സമ്മാനം വേണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു കാര്യം, ഇതിപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ച് നിരാശ എന്ന് പറയാൻ പറ്റില്ല. സ്വന്തമായി കിട്ടിയില്ല എന്ന കാര്യത്തിൽ വേണമെങ്കിൽ നിരാശപ്പെടാം. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയ്ക്ക് 50 മില്യണിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇഷ്ടപ്പെടുന്ന ഭരണകൂടമല്ല വെനസ്വേലയിലേത്. അമേരിക്ക ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭരണകൂടമാണ് വെനസ്വേലയിലേത്. ആ വെനസ്വേലൻ ഭരണകൂടത്തിനെതിരെ സമരം നയിക്കുന്ന സമരത്തിന്റെ കുന്തമുനയാണ് മച്ചാഡോ. അപ്പോൾ എന്ന് മാത്രമല്ല, അവരിപ്പോൾ ഒളിവിൽ ഇരുന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. ജനാധിപത്യം പുനഃസ്ഥാപിക്കണം വെനസ്വേലയിൽ, ജനാധിപത്യം വേണമെന്നുള്ളതാണ് മച്ചാഡോ അടക്കമുള്ള ജനാധിപത്യവാദികളുടെ ആവശ്യം. ഇവിടെ മദൂറോ സർക്കാരിനെ പുറത്താക്കാനോ അല്ലെങ്കിൽ വേറൊരു സർക്കാരിനെ അധികാരത്തിലേറ്റാനോ യത്നിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ മച്ചാഡോ പുരസ്കൃതയാവുന്ന നിലയിൽ സന്തോഷിക്കാം. തീർച്ചയായും അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെയൊക്കെ നടത്തുന്ന, ഭരണകൂടങ്ങൾക്കെതിരെയൊക്കെ പോരാട്ടം നടത്തുന്ന വനിത, പ്രത്യേകിച്ച് ഒരു വനിതയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എത്രത്തോളം കരുത്ത് പകരുന്നതാണ് ഈ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം. തീർച്ചയായിട്ടും നിരവധി രാജ്യങ്ങളിൽ ലോകത്തെമ്പാടും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ, ജനാധിപത്യം ഇല്ലാത്തയിടത്ത് ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഓട്ടോക്രസി ഉള്ള ഇടങ്ങളിൽ പലതും ഇലക്റ്റഡ് ഓട്ടോക്രസിയായി മാറുന്ന ഘട്ടങ്ങളിലൊക്കെ അതിശക്തമായ ജനാധിപത്യ പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ പുരസ്കാരത്തെ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ പോരാട്ടങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ ഒരു പുരസ്കാര നിർവൃതിയായി ഇതിനെ കാണാം. ലോകമെമ്പാടും ഉള്ള ജനാധിപത്യവാദികൾക്ക് ആശ്വാസമാണ്. നിക്കോളാസ് മഡൂറോയുടെ വെനസ്വേല ഭരണകൂടത്തിനെതിരെ, അവിടുത്തെ അടിച്ചമർത്തലിനെതിരെ, ഇലക്ഷൻ മാനിപ്പുലേഷൻ അടക്കം, അതായത് യഥാർത്ഥ ഇലക്ഷനിൽ തോറ്റിട്ടും മാനിപ്പുലേറ്റ് ചെയ്ത് അധികാരത്തിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അവിടെ പ്രതിപക്ഷത്തെയും ഇതര ശബ്ദങ്ങളെയും വിമത ശബ്ദങ്ങളെയും എല്ലാം സർക്കാർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന, വിയോജിപ്പുയർത്തുന്ന ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് കിട്ടുന്ന പുരസ്കാരമായി മച്ചാഡോയുടെ ഈ പുരസ്കാരത്തെ നമുക്ക് കാണാവുന്നതാണ്.